إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ സർവ്വതും പടച്ചു പരിപാലിക്കുന്ന ഏറെ സ്നേഹവാത്സല്യ നിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഖൈറു മാ ഉഅതിയൽ ഇൻസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയതിൽ വെച്ച് ഏറ്റവും ഖൈറായത് അതെന്താ? ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഖൈറായത്, ഏറ്റവും നല്ലത് അതെന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലുഖുൻ ഹസനുൻ, അത് സൽസ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ മനുഷ്യർക്ക് നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഖൈറായത് അത് സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്.
കഴിഞ്ഞ ഖുതുബകളിൽ വിട്ടുവീഴ്ചയെക്കുറിച്ചും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ള ആളുകൾ മറ്റുള്ള വിശ്വാസികൾ അവരെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള വെറുപ്പോ വിദ്വേഷമോ അസൂയയോ നമ്മളുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കാൻ പാടുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കുകയും മറ്റുള്ള മുഅ്മിനീങ്ങൾ മറ്റുള്ള വിശ്വാസികളെ കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള വിദ്വേഷമോ വെറുപ്പോ സ്വന്തം മനസ്സിൽ വെച്ചു പുലർത്താതെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യനിൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ യഥാർത്ഥ ഒരു നല്ല സൽസ്വഭാവത്തിന്റെ അടിമയായി അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മനുഷ്യനായിക്കൊണ്ട് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി അവന്റെ ശരീര രൂപഘടനകളിൽ നിന്ന് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് കന്നുകാലികളിൽ നിന്ന് എപ്രകാരം ഒരു മനുഷ്യൻ വ്യത്യാസമാണോ അപ്രകാരം തന്നെ അവന്റെ സ്വഭാവത്തിലും ഒരു മനുഷ്യൻ വ്യത്യാസമാണ്. അങ്ങനെ അവന്റെ സ്വഭാവത്തിലും ഒരു മനുഷ്യൻ വ്യത്യാസമാകുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു മനുഷ്യനായി നല്ല മനുഷ്യനായി ഒരു മനുഷ്യൻ മാറുന്നത്. അതല്ല എങ്കിൽ അവന്റെ സ്വഭാവം അത് ചീത്ത സ്വഭാവമാണെങ്കിൽ അതിലൊരു വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ആളുകളായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് നമുക്ക് കാണാം, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ. റസൂലിനോട് ചോദിക്കുകയാണ്, മുഅ്മിനീങ്ങളിൽ വെച്ച് വിശ്വാസികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അതാരാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖാല അഹ്സനുഹും ഖുലുഖൻ. മുഅ്മിനീങ്ങളിൽ വെച്ച് വിശ്വാസികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവർ സൽസ്വഭാവമുള്ള ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അക്മലൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പൂർണ്ണത അതവന്റെ സൽസ്വഭാവത്തിന്റെ തോതനുസരിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു മുഅ്മിൻ അവന്റെ ഈമാനിന്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ അവന്റെ സൽസ്വഭാവത്തിന്റെ തോതനുസരിച്ചാണ് അവന്റെ ഈമാനിന്റെ പൂർണ്ണത അത് കൈവരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ അഹബ്ബു ഇബാദി ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖാല അഹ്സനുഹും ഖുലുഖൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ അടിമകളായ ആളുകളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലേ, ആ റസൂലുള്ളാഹി അങ്ങനെയായിരുന്നു. ഇന്ന മിന അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി പറയുന്നു, നാളെ പരലോകത്ത് എന്റെ അടുക്കൽ ഖിയാമത്ത് നാൾ ചില ആളുകൾ എന്നോട് ചേർന്നുകൊണ്ട് എന്റെ അടുക്കൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ എന്റെ കൂടെ നാളെ പരലോകത്തിരിക്കും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആളുകൾ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ റസൂലിനോട് ഏറ്റവും അടുത്തിരിക്കുകയും മജ്ലിസൻ ഇരിക്കുകയും ഏറ്റവും അടുത്ത്, എന്നിട്ടോ ആ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മിൻ അഹബ്ബികും ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ആളുകൾ. അപ്പോ സ്വഹാബികൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഹാസിനുകും അഖ്ലാഖൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കിയ ആളുകൾ, ആ ആളുകളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ആ ആളുകളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, ആ ആളുകളായിരിക്കും ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവരുടെ സൽസ്വഭാവത്തെ നന്നാക്കിയ ആളുകളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ആളുകളാണ്. അപ്പോ ആ സൽസ്വഭാവത്തിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിലേക്ക് റസൂൽ നിയോഗിച്ചത് തന്നെ എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ബുഇസ്തു ലിഉതിമ്മിമ മഖാരിമൽ അഖ്ലാഖ്. ഞാൻ ഈ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് തന്നെ ലിഉതിമ്മിമ
പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്ത്? മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സൽസ്വഭാവത്തെ ഈ ഉമ്മത്തിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ പ്രിയമുള്ളവർ, അതുകൊണ്ട് ആ റസൂലിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ആ റസൂലിന്റെ മാതൃക, ആ റസൂലിന്റെ പ്രവർത്തനങ്ങൾ, ആ റസൂലിന്റെ വാക്കുകൾ, ആ റസൂലിന്റെ ഇരുത്ത നടത്തം, ആ റസൂലിന്റെ സൽസ്വഭാവം, അത് ജീവിതത്തിൽ ആ റസൂലിന്റെ മഹനീയമായ ഇടപെടലുകൾ, പെരുമാറ്റ ശൈലികൾ, അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ മഹത്തരമായ ഇഷ്ടം അത് കൈവരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അൽ ജന്ന. നാളെ പരലോകത്ത് ഏറ്റവും അധികം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരുപാട് ആളുകൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കും. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും ക്വാളിറ്റി എന്താണ്? എന്ത് കാരണത്താലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫഖാല റസൂലുള്ളാഹ്, റസൂൽ പറയുന്നത് തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സൽസ്വഭാവികളായ ആളുകൾ. രണ്ട് ക്വാളിറ്റിയാണ് പറഞ്ഞത്. ഒന്ന് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ. രണ്ടാമത്തത് ഹുസ്നുൽ ഖുലുഖ്, ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ അടിമകൾ. ഈ രണ്ട് ക്വാളിറ്റികളാണ്. അതുകൊണ്ടാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പൂർണ്ണത കൈവരിയുന്നത് അത് അവന്റെ സൽസ്വഭാവത്തിന്റെ തോത് നോക്കിയിട്ടാണ് എന്ന് പറയുന്നതിന്റെ കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചത്, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് അവരുടെ ക്വാളിറ്റി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും എന്നിട്ടോ ഏറ്റവും നല്ല സൽസ്വഭാവികളായ ആളുകളായി ആ ആളുകൾ മാറുകയും ചെയ്തു എന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഏത് സന്ദർഭത്തിലായാലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ടോ തിന്മകൾക്ക് മുകളിലായിക്കൊണ്ട് നന്മകൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ തിന്മകൾക്ക് മുകളിൽ നന്മകൾ നിങ്ങൾ ചെയ്യുമ്പോ ആ തിന്മകളെ ഈ നന്മകൾ മായ്ച്ചു കളയും. എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാലിഖിൻ നാസി ബിഖുലുഖിൻ ഹസൻ, എന്നിട്ടോ സൃഷ്ടികളോട് ഏറ്റവും നന്നായി നിങ്ങൾ പെരുമാറുക, ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ അടിമകളായി നിങ്ങൾ മാറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് ഹദീസുകളിൽ നമ്മൾ റസൂലുള്ളാഹി കൂട്ടി യോജിപ്പിച്ച രണ്ട് കാര്യങ്ങൾ, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതും സൽസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയം പറഞ്ഞപ്പോ അവിടെ ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട രണ്ടാണ്. സൽസ്വഭാവമില്ലേ, അല്ലാഹുവിലുള്ള വിശ്വാസം, ഈമാനിന്റെ തോത് അവനിൽ കുറയും. ഇനിയോ അല്ലാഹുവിലുള്ള വിശ്വാസം അതുമാത്രമാണോ? അങ്ങനെയാണെങ്കിൽ സൽസ്വഭാവം, ഈ രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി കൊണ്ട് മുന്നോട്ട് പോവുക. നല്ല സൽസ്വഭാവം കൈവരിയുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് അല്ലാഹുവിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ പെരുമാറ്റം അത് നന്നാക്കേണ്ടതുണ്ട്. നമ്മളുടെ അയൽപ്പക്കക്കാരോട്, നമ്മളുടെ കൂടെയുള്ള ആളുകളോട്, അതുപോലെ തന്നെ നമ്മളുടെ മക്കളോട്, ഇണകളോട്, അങ്ങനെ തുടങ്ങി മുഴുവൻ മുസ്ലിം ജനങ്ങളോട്, സഹോദരന്മാരോട്, മറ്റുള്ള ആളുകളോടൊക്കെ ഏറ്റവും നല്ല തേനൂറും മധുരമുള്ള രൂപത്തിൽ നമുക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കണം, അല്ലെ? അങ്ങനെ മുന്നോട്ട് പോകാൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അസ്ഖലു ഫിൽ മീസാൻ, നാളെ പരലോകത്ത് മീസാനിൽ, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്, നാളെ പരലോകത്ത് മീസാനിൽ, തുലാസിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് അസ്ഖലു ഫിൽ മീസാനി ഖുലുഖുൻ ഹസനുൻ, നാളെ പരലോകത്ത് മീസാനിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ നന്മകളിൽ നിന്ന് കനം തൂങ്ങുന്നത് അത് സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏതൊരു രൂപത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സൽസ്വഭാവം എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട, അങ്ങനെ
സൽസ്വഭാവികളായി മാറേണ്ട ആളുകളാണ് നമ്മൾ. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഖുർആനിലൂടെയും അതുപോലെ തന്നെ നബി ചര്യകളിലൂടെയും സുന്നത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൽസ്വഭാവത്തിന്റെ ഒരുപാട് ഉപമകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു ഉപമയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന മസലുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലകമസലി ഖിത്അതി മിനദ് ദഹബ്, അവനൊരു സ്വർണത്തിന്റെ ഒരു കട്ട പോലെയാണ്. കുഴിച്ചെടുത്ത നിധിയുടെ ഒരു സ്വർണത്തിന്റെ ഒരു കട്ട പോലെയാണ് ഒരു മുഅ്മിൻ. എന്താണ് ഒരു സ്വർണത്തിന്റെ കട്ടയുടെ പ്രത്യേകത? നഫഖ അലൈഹാ സാഹിബുഹാ ഫലം തഗയ്യർ വലം തൻഖുസ്. ആ സ്വർണം അതാദ്യമായി എടുത്തുകൊണ്ട് പിന്നീട് അതിന്റെ സാഹിബ് ആ സ്വർണത്തിനെ ഉരുക്കി അതിനെ ആഭരണങ്ങളാക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ സ്വർണത്തെ എടുത്തുകൊണ്ട് അതിനെ അടിക്കുന്നു, പരത്തുന്നു, ഉരുക്കുന്നു, അങ്ങനെ അതിനെ മൂല്യമുള്ളതാക്കുന്നു. അങ്ങനെ അതിനെ പരത്തുന്നതോടുകൂടി ആ സ്വർണത്തെ ഉരുക്കുന്നതോടുകൂടി വലം തൻഖുസ്, അതിൽ നിന്ന് ഒന്നും തന്നെ കുറയുന്നില്ല, അതിലൊരു മാറ്റവും വരുന്നില്ല, മൂല്യത്തിനൊരു മാറ്റവും വരുന്നില്ല, മറിച്ച് ആഭരണങ്ങളാവുന്നതോടുകൂടി അത് മൂല്യമുള്ളതായി മാറുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അതുപോലെയാണ് ഒരു മുഅ്മിൻ, ആ സ്വർണത്തെ പോലെയാണ് ഒരു മുഅ്മിൻ. ഏത് പ്രയാസങ്ങളിലും അവന്റെ സൽസ്വഭാവം എന്നുള്ളത് ഒരുപോലെ നിലനിൽക്കുന്നു. പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങൾ വരുമ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവന്റെ സൽസ്വഭാവം അതുപോലെ നിൽക്കുന്നു. പ്രയാസങ്ങൾ വരുമ്പോഴും അവൻ മൂല്യമുള്ളവനായി മാറുന്നു, അവൾ മൂല്യമുള്ളവളായി മാറുന്നു. അവന്റെ സൽസ്വഭാവം എന്നുള്ളത് അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് ഏത് നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രയാസങ്ങളിൽ അല്ലാഹുവിലേക്ക് സുജൂദിൽ കിടന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരുപാട് ശുക്റുകൾ വരുമ്പോൾ, അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു മുഅ്മിൻ എന്നോണം അവനെപ്പോഴും അല്ലാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏത് ഘട്ടത്തിലായാലും അവൻ മൂല്യമുള്ളവനാണ്. അവന്റെ ജീവിതത്തിൽ അവന്റെ സൽസ്വഭാവത്തിന് യാതൊരു മാറ്റം വരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ഉടമയായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? മറ്റൊരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മസലുൽ മുഅ്മിൻ കമസലിൻ നഹ്ല, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തേനീച്ചയെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? അഖലത്തി ത്വയ്യിബ, ആ തേനീച്ച എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ലതും മാത്രം ഭക്ഷിക്കുന്നതാണ്, അല്ലേ? തേനൂറും മധുരമുള്ള ആ തേനാണ് ആ തേനീച്ച ഭക്ഷിക്കുന്നത്. വവളഅത് ത്വയ്യിബ, അതുപോലെ തന്നെ ആ തേനീച്ച നൽകുന്നതെന്നാണ്, തിരിച്ച് നമുക്ക് നൽകുന്നതെന്നാണ്, ഏറ്റവും ത്വയ്യിബായ ഏറ്റവും നല്ലതായ തേനാണ് ആ തേനീച്ച നമുക്ക് നൽകുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വവഖഅത് ഫലം തക്സുർ വലം തഫ്സുദ്, അതുപോലെ തന്നെ ആ തേനീച്ച ഒരു പൂവിൽ പോയിരുന്നാൽ ആ പൂ പോലും അറിയാതെ അതിൽ നിന്ന് തേനെടുത്തുകൊണ്ട് തിരിച്ചു മടങ്ങുന്നു. അതുപോലെയാണ് ഒരു വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തേത് പറഞ്ഞത് അഖലത്ത് ത്വയ്യിബ, ഏറ്റവും നല്ലത് ഭക്ഷിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും ത്വയ്യിബായത് നമ്മൾ ഭക്ഷിച്ചുകൊള്ളുക, ഹലാലായത് മാത്രം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അത് തന്നെ ഭക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പലിശകളിലേക്ക് കടക്കാതിരിക്കുക. ആ പലിശയുടെ ഹറാമായ സമ്പത്ത് കൊണ്ട് ധനങ്ങൾ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അതിൽ നിന്ന് ഹറാമായത് കഴിക്കാതിരിക്കുക. ഹറാമായ ഭക്ഷണങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഏറ്റവും ത്വയ്യിബായത് മാത്രം നിങ്ങൾ കഴിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ഏറ്റവും വിശിഷ്ടമായവനാണ്, ത്വയ്യിബാണ്, ഏറ്റവും നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബല്ലാത്തത് സ്വീകരിക്കുകയില്ല, നല്ലതല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് അർപ്പിക്കുന്നു. ഹറാമായത് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് യാതൊരു കാരണവശാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹറാമുകൾ ചെയ്തുകൊണ്ട് പിന്നീട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിനൊരു ഗുണവുമില്ലാതെ നഷ്ടക്കാരായ വലിയ നഷ്ടക്കാരായി മാറാൻ നമുക്ക് സാധിക്കാൻ പാടില്ല. മറിച്ച് അതിനു പകരം ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ചയെ പോലെ അവനെ എപ്പോഴും ഏറ്റവും നല്ലത് സമ്പാദിക്കുകയും ഹലാലായത് സമ്പാദിക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതിൽ നിന്ന് അവന്റെ കുടുംബക്കാർക്ക്, അവന്റെ മക്കൾക്ക്, അവന്റെ ഇണക്ക്, അവന്റെ മാതാപിതാക്കൾക്ക് അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഒരു വിശ്വാസി എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ ക്വാളിറ്റി ആയിക്കൊണ്ട് തേനീച്ചയുടെ ക്വാളിറ്റി നമ്മളോട് പഠിപ്പിച്ചത് അത് ഏറ്റവും നല്ലത് മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ളത്. ഒരു തേനീച്ച മറ്റുള്ളവർക്ക് അല്ലെ എന്താണ് നമുക്ക്
നൽകുന്നത് ഏറ്റവും വിശിഷ്ടമായ, ലോകർക്കൊക്കെ ഏറ്റവും ശമനമുള്ള മധുരിക്കും തേനാണ് നമുക്ക് ആ തേനീച്ച നൽകുന്നത്. ഏറ്റവും തൊയ്യമായത് അല്ലെ, ഏറ്റവും നല്ലതാണ് ആ തേനീച്ച നമുക്ക് നൽകുന്നത്. അതുപോലെയാണ് ഒരു വിശ്വാസി. ഒരു വിശ്വാസി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ഒരിക്കൽ റസൂലിനോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവരാരാണ് റസൂലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജനങ്ങളിൽ വിശ്വാസികൾക്ക് ഏറ്റവും നല്ലതായി നല്ല ഉപകാരങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെയാണ് അല്ലാഹുവിനേറെ ഇഷ്ടം. എന്നിട്ട് ആ മനുഷ്യൻ പിന്നെയും ചോദിക്കാണ്, വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അതേതാണ് റസൂലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല സുറൂറുൻ തുദ്ഖുലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരനെ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ സഹോദരനെ അവന് ഇഷ്ടമുള്ള ഒന്ന് നമ്മൾ നൽകുക. അങ്ങനെ നൽകുന്ന ആളുകളെ, ആ പ്രവർത്തനത്തെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. റസൂൽ പറയണം, അതുപോലെ തന്നെ ഔ തക്ഷിഫു അൻഹു ഖുർബതൻ ഔ തഖ്ളി അൻഹു ദൈനൻ ഔ തദ്റുദു അൻഹു ജൂഅൻ, അതുപോലെ തന്നെ മുഅ്മിനായ സഹോദരന്മാർ, പ്രയാസപ്പെടുന്ന സഹോദരന്മാർ, കടബാധ്യതകളാൽ പ്രയാസപ്പെടുന്ന സഹോദരന്മാർ, അവരുടെ ആ കടബാധ്യത നമ്മളാൽ മാറ്റിക്കൊടുക്കുക. വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർ, അവരുടെ ആ വിശപ്പ് നമ്മളാൽ മാറ്റിക്കൊടുക്കുക. അങ്ങനെ പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾ, അവരുടെ ആ പ്രയാസം മറ്റൊരു മുഅ്മിൻ മാറ്റിക്കൊടുത്താൽ ആ പ്രവർത്തനത്തെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ക്വാളിറ്റിയാണത്. ഏറ്റവും നല്ലത് മറ്റുള്ള ആളുകൾക്ക് നൽകുന്നതാണ് തേനീച്ച. അതുപോലെ ആയിത്തീരണം ഒരു മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വാളിറ്റി എന്താണ്? വവഖഅത് ഫലം തക്സിർ, അതുപോലെ തന്നെ വലം തുഫ്സിദ്, ആ തേനീച്ച ഒരു പൂവിൽ പോയിരുന്നാൽ ആ പൂ പോലും അറിയാതെ അതിൽ നിന്ന് തേനീച്ച ആ തേനെടുത്തുകൊണ്ട് ആ പൂവിന്റെ ഇതളുകൾക്കോ അല്ലെങ്കിൽ അതിനൊരു തരത്തിലുമുള്ള ഫസാദോ കുഴപ്പങ്ങളും ഉണ്ടാക്കാതെ തിരിച്ച് തന്റെ കൂടുകളിലേക്ക് ആ തേനുമായി സമാധാനത്തോടെ ആ തേനീച്ച മടങ്ങും. അതുപോലെയാണ് ഒരു മുഅ്മിൻ. ആ മുഅ്മിൻ എവിടെ പോയാലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ത്വയ്യിബാണ്. അവനിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് യാതൊരു പ്രയാസങ്ങളുമില്ല. മറിച്ച് മറ്റുള്ള ആളുകൾക്ക് അവനിൽ നിന്ന് കിട്ടുന്നതോ തേനൂറും മധുരമുള്ള സൽസ്വഭാവമാണ്, ഏറ്റവും നല്ല പെരുമാറ്റങ്ങളാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വാക്കുകളാണ്. ഏത് സ്ഥലങ്ങളിലും ഏത് ഇടപഴകളിലും എവിടെ ചെന്നാലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫസാദില്ലാക്കാതെ ഏറ്റവും സ്നേഹപൂർവ്വം സൽസ്വഭാവത്തോടുകൂടി അവിടെ പെരുമാറിക്കൊണ്ട് അവന്റെ വീടുകളിലേക്ക് മടങ്ങുന്ന ത്വയ്യിബായ ഒരു മനുഷ്യനാണ് ഒരു വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ത്വയ്യിബായ ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ അടിമകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സൽസ്വഭാവം നമ്മളിൽ കൈവരിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈമാനിൽ ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമായി തീരുന്നത്? മറ്റുള്ള മുഅ്മിനീങ്ങൾ ഈ മുഅ്മിനിന്റെ നാവ് കൊണ്ടും അതുപോലെ തന്നെ അവന്റെ കൈ കൊണ്ടും മറ്റുള്ള മുഴുവൻ ആളുകളും അവരിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ മറ്റുള്ള ആളുകളിൽ നിന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മുഴുവൻ സഹോദരന്മാർ അവർ നമ്മളുടെ നാവിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ കൈയിന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈ കൊണ്ട് ഒരു തരത്തിലുമുള്ള ഉപദ്രവവും മറ്റുള്ള ആളുകൾ കേൾക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ നാവ് കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാം, ഈർച്ച വാളുകൊണ്ട് ഒരു മനുഷ്യന്റെ കൽബിലേക്ക് കുത്തുന്നതിനേക്കാൾ പ്രയാസമാണ്, അതിനേക്കാൾ അശദ്ധാണ് ഒരു നല്ല കറുത്ത കശുദ്ധായ ഒരു വാക്കുകൊണ്ട്, അല്ലെ, ഒരു പൊട്ട ചീത്ത വാക്കുകൊണ്ട് ഒരു മനുഷ്യന്റെ നേരെ പറയുന്നത് ഈർച്ച വാളുകൊണ്ട് അവനെ കുത്തുന്നതിനേക്കാൾ അശദ്ധാണ്. കാരണം ആ വാക്കെന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കലക്കിക്കൊണ്ട് അവന്റെ ഹൃദയത്തിൽ എന്നുമെന്നും കിടക്കും. അതുകൊണ്ട് കത്തി കൊണ്ട് ഈർച്ചവാട് കൊണ്ട് കുത്തുന്നതിനേക്കാൾ അശദ്ധാണ് നാവുകൊണ്ടുള്ള
ഉപദ്രവം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നാവിൽ നിന്നും നമ്മളുടെ കൈകളിൽ നിന്നും മറ്റുള്ള മുഴുവൻ സഹോദരന്മാരും സംരക്ഷിക്കപ്പെടണം. ആ ഒരു രൂപത്തിലായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും ആദ്യം 3 ദിവസം ആവർത്തിച്ചുകൊണ്ട് റസൂൽ ഒരു മനുഷ്യൻ വന്നപ്പോ പറഞ്ഞു, ഇയാള് സ്വർഗത്തിലേക്കാണ് അല്ലേ. ആ മനുഷ്യന്റെ, ആ യുവാവിന്റെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോ ആ യുവാവ് എന്താ പറഞ്ഞത്? ആ യുവാവ് പറയുന്നത്, മുഴുവൻ മുഅ്മിനീങ്ങളും വിശ്വാസികളും അവരെ കുറിച്ച് യാതൊരു തരത്തിലുമുള്ള വെറുപ്പോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള അസൂയയോ എന്റെ ഹൃദയത്തിലില്ല, അതാണ് ഞാൻ ചെയ്ത നന്മ എന്ന് അദ്ദേഹം പറയാണ്. അതുപോലെ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. എന്താണ്? അദ്ദേഹം മരണശയ്യയിൽ കിടക്കാണ്. ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് വല്ലാത്തൊരു തെളിച്ചം. ആ സമയത്ത് സ്വഹാബികൾ ചോദിക്കുകയാണ്, ഇതിനു മാത്രം എന്താണ് ഇദ്ദേഹം ചെയ്തത്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും പ്രധാനമുള്ള 2 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു. അതിലൊന്ന് അദ്ദേഹം പറയുന്നത്, മറ്റുള്ള മുഴുവൻ ആളുകളും എന്റെ നാവിൽ നിന്നും അതുപോലെ തന്നെ എന്റെ കയ്യിൽ നിന്നും എല്ലാ ആളുകളും സംരക്ഷിതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒന്നുമില്ലാതെ ഏറ്റവും നല്ല തൊയ്യവായ പെരുമാറ്റമുള്ള ആളുകളായിരുന്നു ആ ആളുകൾ എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ യഥാർത്ഥ മുത്തഖീങ്ങളായി ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ അടിമകളായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു അൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ അത് പൂർണ്ണമാകുന്നത് അവന്റെ സൽസ്വഭാവത്തോടു കൂടിയാണ്. ഒരുപാട് ഒട്ടനവധി ഹദീസുകളും ചരിത്രങ്ങളും ആയത്തുകളും സൽസ്വഭാവത്തിന്റെ വിഷയത്തിൽ വന്നതായി നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ ഒന്ന് ചിന്തിക്കാതെ, പലപ്പോഴും നമ്മൾ പെരുമാറുന്ന പെരുമാറ്റങ്ങൾ, നമ്മളിൽ നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ മറ്റുള്ളവർക്ക് വലിയ പ്രയാസമായി തീരും. അത് നാളെ പരലോകത്ത് നമ്മളുടെ ഏടുകളിൽ പ്രിയമുള്ളവരെ അത് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഉപദേശം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത്, ലാ തഗ്ളിബ്, നീ ദേഷ്യപ്പെടരുത് എന്നാണ് റസൂൽ പറഞ്ഞത്. അങ്ങനെ ഏതൊരു കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ആ റസൂല് നമുക്ക് കൈമാറ്റം ചെയ്തെന്ന ആ സൽസ്വഭാവം എന്നുള്ള മഹനീയമായ ആ ഒരു കാര്യം പ്രിയമുള്ളവരെ അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യവാന്മാരായ ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ, അല്ലയോ വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളായവരെ, നിങ്ങൾ ശുഹദാക്കളായ ഏറ്റവും നല്ല മാന്യന്മാരായ നീതി പുലർത്തുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൗമുൻ മിൻഹും, മറ്റുള്ള ആളുകളെ കുറിച്ച് അല്ലെ 2 സംഘങ്ങളായിക്കൊണ്ട് ഈ സംഘം ആ സംഘത്തെ കുറിച്ച് ചീത്ത പറയുന്ന ഒരവസ്ഥ, തുറ പറഞ്ഞിരിക്കുന്ന നേരത്ത് ചില മനുഷ്യരെ കുറിച്ച് ഇന്ന വ്യക്തി അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ത്രീ അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആ വർത്തമാനങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കളിയാക്കുന്ന, നിങ്ങൾ പറയുന്ന ആ വ്യക്തികൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെക്കാൾ എത്രയോ ഉയർന്ന ആളുകളായിരിക്കും. വല്ലാത്ത ആയത്താണ്. പലപ്പോഴും മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മൾ അതും ഇതും പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനെ നിങ്ങൾ പറയേണ്ടതില്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾക്കറിയാത്ത ഒന്നുണ്ട്, അവർ ചെയ്തു പോയ ആ തിന്മകൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികളിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് ആ തെറ്റുകൾ ഒരുപക്ഷെ അവരിൽ നിന്ന് മാപ്പ് കൊടുത്തു പോയിട്ടുണ്ടായേക്കാം. എന്നാൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ കുറ്റം പറയുന്നത് ഒരുപക്ഷെ ആ ആളുകൾ നിങ്ങളെക്കാൾ എന്റെ അടുക്കൽ എത്രയോ ഉന്നതരായിരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ജതനിബൂ കസീറൻ മിനൽ ളന്ന്, അല്ലയോ സത്യവിശ്വാസികളെ, ളന്നിൽ നിന്ന്, ഊഹത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. യാ
അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, തിന്മയിൽ നിന്ന്, അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ നിന്ന്, അതുപോലെ തന്നെ മദ്യത്തിൽ നിന്ന്, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക. വലാ തഖറബുസ് സിന, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുക, അതിനോട് നിങ്ങൾ അടുക്കരുത്. വലാ തഖറബുൽ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, അതുപോലെ തന്നെ യതീമിന്റെ ധനം അതന്യായമായി നിങ്ങൾ കഴിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ഇണകൾക്ക് നന്മ ചെയ്യണം, മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം, മക്കൾക്ക് തർബിയത്ത് നൽകണം, ഏറ്റവും നല്ല അയൽക്കാരായി മാറണം. അങ്ങനെ മുഴുവൻ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നാൽ യഥാർത്ഥത്തിൽ ആ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ യഥാവിധത്തിലുള്ള മധുരമുള്ള ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഒരു അടിമയാണ് ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാർത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ നിശ്ചയമായി നിങ്ങളെ നയിക്കുന്നത് ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഖുർആൻ നിങ്ങളെ നയിക്കുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക അത് നിങ്ങളുടെ റസൂലാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ളിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിൽ നിങ്ങൾക്ക് ഞാനൊരു വീട് വാഗ്ദാനം നൽകാം. സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിൽ ആർക്കാണ് റസൂലുള്ളാഹി അത് വാഗ്ദാനം നൽകുന്നത്? ലമൻ ഹസന ഖുൽഖഹു, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിന്റെ ഉന്നത തലത്തിൽ ഒരു വീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വാഗ്ദാനം നൽകുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏറ്റവും നല്ല സൽസ്വഭാവികളായിക്കൊണ്ട്, ഏറ്റവും നല്ല മനുഷ്യരായിക്കൊണ്ട്, തൊയ്യവായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ ഇടപെടലുകളും, നമ്മളുടെ സമ്പാദ്യങ്ങളും, നമ്മളുടെ പെരുമാറ്റങ്ങളും, എല്ലാ മേഖലകളും ഏറ്റവും നല്ലതാക്കിക്കൊണ്ട്, തൊയ്യവായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകുറ്റങ്ങൾ അതൊക്കെ നമ്മളിൽ നിന്ന് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ അടിമകളായിക്കൊണ്ട് ജീവിച്ചു മരിച്ച് നാളെ പരലോകത്ത് റസൂലുള്ള പറഞ്ഞ പോലെ ആ റസൂലിന്റെ ഏറ്റവും അടുക്കൽ അല്ലെ, ഇന്ന മിൻ അഹബ്ബിക്കും, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഖിയാമത്ത് നാളിൽ റസൂലിന്റെ അടുക്കലിരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിൽ ആരാരുമില്ലാതെ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ മാനസിക രോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ, കടബാധ്യതകളാലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ വഅജിർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ